ഈ പാലത്തിന് വേണ്ടിയിട്ട് ഈ പാറയാണ് പൊട്ടിച്ചതെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത്രേ നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. അങ്ങനെ ആ മുനിക്കുമാരൻ്റെ വരമാണ് ഈ ആനപ്പാറ എന്നാണ് സങ്കല്പം. ഞങ്ങൾ എല്ലാവരും ഇന്ന് വരെ വിശ്വസിച്ചു വരുന്നത്. അപ്പൊ അച്ഛമ്മയൊക്കെ പറയലുണ്ട്, മൂന്നാല് ആനകളെ കൂടിയിട്ട് പാറ വലിച്ചിട്ട് ആ പാറ പോന്നിട്ടില്ലാന്ന്. അപ്പൊ ഒരു ആന അതിന്റെ മുകളിലേക്ക് കയറിപ്പോയിട്ട് അത് അവിടെ നിന്നിട്ട് ഇറങ്ങാൻ പറ്റാണ്ട് ശീല ആയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പാപ്പാമാരാണ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ആനപ്പാറ, ഈ പാറ അല്ലേ, ഈ പാറിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയാല്ലേ? ഈ നാട്ടുകാരനാണല്ലോ. ഈ പാറ കുറെ കാലങ്ങളോളായി, വർഷങ്ങളോളായി ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച ആയിട്ട് ഇങ്ങനെ നിൽക്കണേ. ഇതിന് ഒരു അനക്കം ഇതുവരെ സംഭവിച്ചിട്ടില്ല. കുറെ അപ്പുറം ഭാഗത്ത് പാറ പൊട്ടിച്ചു, ഇങ്ങേ ഭാഗത്ത് പാറ പൊട്ടിച്ചു, എന്നിട്ട് പോലും ഇതിന് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. അതാണ് ഈ പാറന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്, കാണുന്നുണ്ട്. കുറെ ആളുകൾ ഇവിടെ വന്നിട്ട് കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പോകുന്നുണ്ട്. ഓൽക്കൊരു അത്ഭുതമായിട്ടാണ് ഇത് തോന്നുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ ആനപ്പാറ പാലം ഒരു 50 കൊല്ലം മുമ്പ് കെട്ടിയ പാലം. ഈ പാറ പൊട്ടിച്ചിട്ടാണ് നിർമ്മിച്ചില്ലേ? പക്ഷെ ആ പാലം പൊളിഞ്ഞു പോയിട്ട് എന്താ ഈ പാറ അനങ്ങാത്തത്? അതെന്താന്ന് വെച്ചാൽ അതൊരു അത്ഭുതമാണ്. അപ്പൊ ഏറെക്കുറിച്ച് ആനപ്പാറ പാലത്തെ പണ്ടുള്ള കാരണന്മാരൊക്കെ പറയുന്നത് ആ പാലം പണിയത് ഈ പാറ പൊട്ടിച്ചിട്ടാണ്, എന്നിട്ട് പോലും ഇതിനൊരു അനക്കം സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതെന്താണ് അതിന്റെ കഥ? എന്നാൽ ഈ പാറ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താന്ന് ഒരുപാട് കാലമായിട്ട് ഞാനൊരു പഠനം നടത്തി. ഒരുപാട് ആൾക്കാർ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, വലിയ വലിയ ചാനലുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അടുത്ത് ജോബി ചുവന്നവണ്ണൂരൊക്കെ വന്ന് വീഡിയോ എടുത്തു പോയി. പക്ഷെ അന്നൊന്നും ഞാനിതുവരെ വീഡിയോ എടുത്ത ഈ നാട്ടുകാരനെ ഇത് എന്തുകൊണ്ടറിയോ? ഇത് എന്താ ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലാക്കണം. ഒടുവിൽ ഞാൻ ആ സത്യം കണ്ടെത്തി. അതെന്താണല്ലേ? പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. വയനാട് ആനപ്പാറ പാറയാണ് കേട്ടത്. നിരവധി യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്, കേട്ടോ. പക്ഷെ ഞാനൊരു വയനാട്ടുകാരൻ, ഈ നാട്ടുകാരൻ എൻ്റെ അയൽവക്കത്ത് തന്നെയാണ്. ഇത് ഞാൻ ഇതുവരെ ഒന്നും പ്രസന്റ് ചെയ്തില്ല. എന്തായാലും ഇതൊരു മഹാ അത്ഭുതം കേട്ടോ. നിങ്ങൾ നോക്കുന്നത്, ഇത് ബാലൻസ് ഒരു പോയിന്റ് കുറഞ്ഞൊരു സ്ഥലത്തായിട്ട് നിൽക്കണേ. അതും താഴോട്ട് കണ്ടെങ്കിൽ താഴെ പിന്നെ വീടുകളൊന്നുമില്ല, തോട്ടങ്ങളാണ്. എന്നാൽ പോലും ഈ നിൽക്കുന്നത് ഭയങ്കര അത്ഭുതം, മനോഹര കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ട കുറഞ്ഞൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് പേടിയാവും. ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു പാറയിൽ നിന്നും പാറ പൊട്ടിച്ചിട്ടാണ് 50 കൊല്ലം മുമ്പ് ആനപ്പാറ പാലം കെട്ടിയിട്ടുള്ളത്. ആ പാലം ഇന്ന് ആകെ എന്താ പറയുക, അതിൻ്റെ കൈവരികളും എല്ലാം തകർന്ന പോലെ നിൽക്കുന്നത്. ഇതുവരെ ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പാറക്ക് ഒരു കുലുക്കമില്ല. ഇത്രമാത്രം പാറ ഇതിൽ നിന്നും പൊട്ടിച്ചെടുത്ത് പോയിട്ടുണ്ട്. എന്നിട്ടും ഈ പാറക്ക് ഒരു കുലുക്കം വന്നില്ല. അതുപോലെ തന്നെ വയനാട് നിങ്ങൾക്കറിയാം, നിരവധി പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നതാണ്. സമീപകാലത്ത് തന്നെ കുറച്ച് ഭാഗം, ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗങ്ങളൊക്കെ ചെറിയൊരു ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് പാത്രങ്ങളൊക്കെ വീണ ഒരുപാട് കഥകളൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ഒരു സംഭവം മാത്രം ഇങ്ങനെ നിൽക്കുകയാണ് അനങ്ങാതെ. എന്തായാലും ഒരു അത്ഭുത മനോഹര കാഴ്ചയാണ് ഈ ആനപ്പാറ. നിരവധി പാറകൾ, ഇതുപോലെ പാറകളും പാറയുടെ മേലെ വലിയ പാറകളും മലകളുടെ മേലെ വേറെ പാറകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലൊരു സംഭവം വയനാട്ടിൽ മാത്രമല്ല എവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇത്ര വട്ടത്തിൽ മാത്രമേ ഇവിടെ ഒരു പിടുത്തമുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ശരിക്ക് ചെറിയൊരു കാറ്റ് മതി ഇത് വീണു പോകാൻ. പക്ഷെ കാറ്റല്ല, കൊടുങ്കാറ്റല്ല, പേമാരിയല്ല, ഭൂമി കുലുങ്ങിയാലും കുഞ്ഞായിച്ചു കുലുങ്ങൂരാന്നൊരു പഴമൊഴിയുണ്ട്. അതുപോലെ സംഭവം ഇത് നിങ്ങൾ നോക്കിയത് സംഭവം നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് പറഞ്ഞാൽ ഒരു ഗ്യാപ്പിലാണ് ഇത് നിൽക്കുന്നത്. നിറച്ച് ഇതിന് ചുറ്റും ഹോൾസുകളാണ്. എന്താ അറിയോ, മരുന്നൊക്കെ ഇട്ട് ഇവിടുന്ന് പാറ പൊട്ടിച്ചു പോയിട്ടുണ്ട്. ഇതല്ലോ, ഈ പാലം പണിയാൻ വേണ്ടി എടുത്തായിരിക്കും. ഇതുപോലെ നിരവധി ഹോളുകൾ ഇതിന് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചതും പൊട്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതൊക്കെയാണ്. എന്നിട്ടും ഈ സംഭവം അനങ്ങിയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുക. ഇതൊരു ചെറിയൊരു സംഭവമല്ല, ഇതൊരു വലിയൊരു സംഭവമാണ് കണ്ടോ. ഈ ഭാഗത്തൊക്കെ മൊത്തം അടർത്തി കൊണ്ടുപോയിക്കണം കേട്ടോ. ഞാനിതൊന്നും വെറുതെ പറയുന്നല്ല. അതാ നേരിട്ട് ഇത് അവിടെ വരിക കാണിച്ചരാ. ഇതാ ഒരു കുഴി കേട്ടോ, ഇത് പാറ പൊട്ടിച്ചേ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ഹോള് കണ്ടില്ലേ, ഈ ഒരു ഹോളിൽ പോയത് കണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 3 അടിയോളം താഴ്ചയാണ്. 3 അടിയോളം താഴ്ചയിട്ടാണ് ഈ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു ഭാഗം അടർത്തി പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിരവധി ഹോളുകളാണ് ഈ ആനപ്പാറ പാലത്തിലുള്ളത്. അപ്പോൾ ഇത്ര ഭാഗം ഇങ്ങനെ ശക്തിയിൽ അടർത്തി കൊണ്ടുപോയിട്ടും എന്തുകൊണ്ട് ഈ ആനപ്പാറ വീണില്ല, അല്ലെങ്കിൽ വീഴാതെ ഇപ്പോഴും നിൽക്കുന്നത്? അപ്പോൾ അതാണ് പറഞ്ഞത്, പ്രകൃതിക്ക് പ്രകൃതിൻ്റെതായ കുറച്ച് ശക്തികളുണ്ട്. അതിനെ തോൽപ്പിക്കാനും അതിനെ പടവരുതാനും അതിനെ എതിർക്കാനും ആർക്കും പറ്റില്ല. അങ്ങനെയൊക്കെ വയനാട്ടിൽ എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം. നിരവധി മലകളും
കുന്നുകളൊക്കെ ഇടിച്ചു നിർത്തി നിരവധി റിസോർട്ടുകളും നിരവധി സംഭവങ്ങളൊക്കെ ഇവിടെ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഇപ്പൊ സമീപകാലത്തൊക്കെ വയനാട്ടിൽ വൻ ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു സംഭവം കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആനപ്പാറ പാറയുടെ തൊട്ടടുത്ത് ഒരു ഹോട്ടലുണ്ട്, മെസ്സ്. 2 സ്ത്രീകൾ നടത്തുന്ന. അപ്പോൾ കുറച്ച് പേരിവിടെ ഉണ്ട്, നാട്ടുകാരാണ്. എന്തെങ്കിലും പ്രത്യേകത ഇവരാർക്കെങ്കിലും അറിയുമെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരാ? ഇവിടെ ബത്തേരി. അപ്പൊ ഇവരൊക്കെ ബത്തേരി ഉള്ളതാണ്. ഒരാളിവിടെ എനിക്കറിയാന്ന് പറയുന്നുണ്ട്. നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് പ്രഭാകരൻ. ഈ ആനപ്പാറ പാറ ഉണ്ടല്ലോ, ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിട്ട്. നിങ്ങളിവിടെ എത്ര കാലായി? ഞാൻ 64 വയസ്സായി എനിക്ക്. എന്റെ അച്ഛൻ പൂർവികന്മാര് മുതൽ ഇവിടെ ഉള്ളതാണ്. അച്ഛൻ്റെ അച്ഛൻ ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ എന്താണ് ഈ ആനപ്പാറ ഉണ്ടായത്? പണ്ട് ഒരു ആന എന്നെ ഈ പുഴയിൽ നിന്ന് കുളിപ്പിച്ച് കയറി വരുമ്പോൾ ആനയും പാപ്പാനും കൂടി കയറി വരിക. അപ്പോൾ ഒരു മുനികുമാരൻ ഉണ്ടായിരുന്നു. ആ മുനികുമാരൻ, പാപ്പാൻ ഈ മുനികുമാരനോട് എന്താ പറഞ്ഞു. മുനികുമാരൻ അത് ഇഷ്ടപ്പെട്ടില്ല. മുനികുമാരൻ പറഞ്ഞു, നീ കല്ലാവട്ടെ, നീയും നിന്റെ ആനയും കല്ലായി മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മുനികുമാരന്റെ വരമാണ് ഈ ആനപ്പാറ എന്നാണ് സങ്കല്പം. ഞങ്ങൾ എല്ലാവരും ഇന്ന് വരെ വിശ്വസിച്ചു വരുന്നത്. അപ്പൊ എന്താ പേര് പറഞ്ഞേ? എന്റെ പേര് മന്ദാരത്തൊടി പ്രഭാകരൻ. അപ്പൊ പ്രഭാകരേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രഭാകരേട്ടന്റെ കേട്ടറിവ്. ഇനി നമുക്ക് വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. 2 വനിതകളുണ്ട് കേട്ടോ. അവർ ഈ നാട്ടുകാരാണ്. അവർക്ക് ഈ പാറിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളെ പേരെന്താണ്? പ്രീത. നിങ്ങളോ? സുമിത്ര. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ കേട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞങ്ങൾ അച്ഛമ്മയൊക്കെ പണ്ട് കാലത്ത് വന്ന ആൾക്കാരാണ്. അപ്പൊ അച്ഛമ്മയൊക്കെ പറയലുണ്ട്, 3-4 ആനകളെ കൂടിയിട്ട് പാറ വലിച്ചിട്ട് ആ പാറ പോന്നിട്ടില്ലാന്ന്. അപ്പൊ ഒരു ആന അതിന്റെ മുകളിലേക്ക് കയറിപ്പോയിട്ട് അത് അവിടെ നിന്നിട്ട് ഇറങ്ങാൻ പറ്റാണ്ട് ശീല ആയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പാപ്പാമാരാണ് അപ്പുറം ഇപ്പുറം നിക്കുന്നത്. അതിന്റെ താഴത്ത് കാണുന്ന ആദ്യത്തെ ആളുകൾ പറഞ്ഞു അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് അല്ല, എന്തായാലും ഭയങ്കര അത്ഭുതം തന്നെയാണ്. കാരണം അത് അത്ര ഒരു സ്ലോപ്പിൽ ഇങ്ങനെ അല്ലേ, അത്രയും വലിയൊരു സംഭവം. വയനാട്ടിൽ ഇത്രയൊക്കെ പ്രകൃതി ദുരന്തങ്ങളും ശോകങ്ങളും ഒക്കെ ഉണ്ടായിട്ട് വീഴാൻ നിൽക്കാറിനാല് അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? ഇതൊക്കെ തന്നെ പറയാനില്ലേ. അപ്പോ ഈ നാട്ടിൽ താമസിക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചു വരുന്ന ആളുകളാട്ടോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസമൊക്കെയാണ് ഇത് ഇങ്ങനെയാണ്. ഈ പാറ പുറത്തേക്ക് വലിച്ച് താഴോട്ടിടാൻ വേണ്ടി 2 ആനനെ കൊടുന്നു. 3-4 ആനനെ വലിക്കാൻ പറ്റിയില്ല. അതിൽ ഒരാന അതിന്റെ മേലേക്ക് കയറിപ്പോയിട്ട് അത് തള്ളിയിടാൻ നോക്കി, പറ്റിയില്ല. അങ്ങനെ അതവിടെ ആ ശിലയിൽ ആന കൂടി അപ്പൊ ആദ്യം പാറ ഉണ്ടായിരുന്നല്ലോ, ആ പാറയല്ലേ ആന വലിക്കാൻ കയറിയത്, ശിലയായി പോയി. ആ ശില ആദ്യം അവിടെ ഉണ്ടായിരുന്നു. ആദ്യം പാറ ഉണ്ടായിരുന്നല്ലോ. അതാണ് ഏകദേശം ആനന്റെ രൂപം പോലൊക്കെ തന്നെയാണ് അതില്ലത്. എന്തായാലും ഇതാണ് കേട്ടോ ആനപ്പാറ പാറ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു പാറയുടെ ഒരു പ്രത്യേകതകൾ പല ആളുകൾക്കും നാട്ടുകാർക്കും പല പല കഥകൾ പറയാണ്ട്. എന്തായാലും ഇതൊരു സംഭവം കേട്ടോ. കാണാത്തവർ വന്നൊന്ന് കണ്ടോളിട്ടോ. വരുന്ന സമയത്ത് ഇവിടെ കയറി അടിപൊളി ദോശ, പിന്നെ പുട്ടിന് പപ്പടം ഉണ്ട്, നല്ല ചട്നി ഉണ്ട്. ചട്നിയൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചായ കുടിച്ചോ. തൊട്ടടുത്ത് തന്നെ കേട്ടോ. താങ്ക് യു.